നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോള് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എപ്പോഴാണെന്ന് നീ കണ്ടില്ലേ? ഇല്ല സർ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഇടയ്ക്ക് രാത്രി മോളെന്തോ സ്വപ്നം കണ്ട് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എന്തോ പ്രേതത്തിനെയൊക്കെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. മോള് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. മോളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. അതൊക്കെ അക്ഷര, നീ എന്താ കുഞ്ഞിന്റെ കൂടെ പോകാതിരുന്നത്? അതിന്റെ ആവശ്യമില്ല. ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. മെഡിസിൻ കൊടുത്തു കഴിയുമ്പോ അതൊക്കെ മാറിക്കോളും. നീ ഒരു അമ്മയാണോ? ആ ഫീൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ശ്വാസം വലിച്ചു കിട്ടിയ മോളെ. ഇനി ഒന്ന് ആക്കുന്നു നീട്ടിക്കേ. സാരമില്ല ഡോക്ടർ, രാത്രി മുഴുവൻ മാർബിൾ തലയിൽ കിടന്നുറങ്ങിയതല്ലേ. ശരീരം മുഴുവൻ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ ചെന്നെടുക്കുമ്പോ നല്ല ചൂടുണ്ടായിരുന്നു. അബോധാവസ്ഥയിൽ എന്തൊക്കെയോ മോള് പറയുന്നുണ്ടായിരുന്നു. മോൾ എന്തോ കണ്ടു ഭയന്നിട്ടുണ്ട്. ഡോക്ടർ കുറച്ചു നേരം മോളുടെ അടുത്തിരിക്കെ. മോളെ ഇപ്പൊ ഓക്കെ അല്ലേ? തൽക്കാലം ഇത് മതി. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിക്കോളാം. പിന്നെ ഡോക്ടർ അടുത്തുണ്ടല്ലോ. എന്താ മോളെ? അച്ഛനെങ്ങും പോവല്ലേ? ഇല്ല, അച്ഛൻ മോളുടെ അടുത്തിരുന്നോളാം. ഡോക്ടർ, മോൾക്കിതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ ചൂട്. മോളെ ഏയ് ഇത് ചുമ്മാ, ഒരു കുഴപ്പമില്ല. ആന്റി കുറച്ചു നേരം എന്റെ കൂടെ ഇരിക്കോ? അതിനിപ്പോ എന്താ, ഇരിക്കാലോ. അച്ഛൻ പോയിക്കോ, ഇവിടെ ആന്റി ഇരുന്നോളും. അതെങ്ങനെയാ മോളെ? ആന്റിക്ക് വേറെ ജോലിയില്ലേ? അങ്കിളിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ, ഞാൻ കുറച്ചു നേരം ശ്രുതി മോളുടെ അടുത്തിരുന്നോളാം. ദേവിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. എന്നാ കുറച്ചു നേരം ദേവിക ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ഡോക്ടർ സാവധാനം വന്നാ മതി. മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ, അച്ഛൻ പോയിട്ട് വരാം. ശരി അച്ഛൻ. വാ ആന്റി. ഡോക്ടർ, മോൾക്ക് എന്തെങ്കിലും കൊടുക്കാമോ? കുറച്ചു കഴിയുമ്പോ പാലും വെള്ളം കൊടുക്കാം. ക്യാൻറ്റീനിൽ വിളിച്ച് പറയാം, അവര് കൊണ്ടുവന്നോളൂ. ശരി ഡോക്ടർ. ഡോക്ടർ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ദേവിക. മോളെ, അച്ഛനിപ്പോ വരാം കേട്ടോ. മോൾ ഉറങ്ങിക്കോ. നീ ഒന്ന് നിന്നേ. നീ ഹോസ്പിറ്റലിലേക്ക് തന്നെയല്ലേ? എന്തിന്? അവിടെ ഇഷ്ടംപോലെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇല്ലേ. പോരാത്തതിന് അവളുടെ അച്ഛനും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ ടൈം വേസ്റ്റ് ആക്കുന്നത്? നീ അവളുടെ അമ്മയല്ലേ? അതുകൊണ്ട് ഡോക്ടർമാരുടെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ? നീ കാരണമല്ലേ ശ്രുതിമോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇന്നലെ രാത്രി ശ്രുതിമോളെ നിന്റെ ഒപ്പം കിടത്തിയിരുന്നെങ്കിൽ ഇത് വല്ലതും ഉണ്ടാവുമായിരുന്നോ? അതിനവൾ എന്റെ കൂടെ അല്ലല്ലോ കിടക്കുന്നത്, അവളുടെ അച്ഛന്റെ കൂടെയല്ലേ. അത് നീ അവളെ കൂടെ കിടത്താത്തതുകൊണ്ടല്ലേ? എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് ഡാഡിക്ക് അറിയില്ലേ? അപ്പോ അവളുടെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? അതിപ്പോഴാണോ ഡാഡിക്ക് മനസ്സിലാവുന്നത്?
അവളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവളുടെ അച്ഛന് മാത്രം. അയാളല്ലേ കൊണ്ടുപോയത്. നോക്കട്ടെ. ഇതിപ്പോ ഞങ്ങളുടെ തെറ്റല്ല. അന്നിത് കുട്ടിക്ക് തരാൻ തീരുമാനിച്ചതാ. വേണ്ടാന്ന് പറഞ്ഞതും കുട്ടി തന്നെ. അതുകൊണ്ട് ആ ജോലി ഞങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തത്. സാറിന് അറിയാലോ, അന്നത്തെ സാഹചര്യമല്ല എനിക്കിപ്പോ ഉള്ളത്. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പുതിയ ആളിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കുകയും ചെയ്തു. സർ, എന്തെങ്കിലും ഒരു ലീവ് വേക്കൻസി എങ്കിലും? നിലവിൽ ലീവ് വേക്കൻസി ഒന്നുമില്ല. ഒരു 6 മാസം കഴിഞ്ഞാണെങ്കിൽ നോക്കാം. ആ ഹിന്ദി ടീച്ചർ മെറ്റേണിറ്റി ലീവിന് പോകുന്നുണ്ട്. ചിലപ്പോ 1 ഇയർ കിട്ടും. എന്തായാലും താനൊരു 2 മാസം കഴിഞ്ഞു വാ, ഞാനൊന്ന് നോക്കട്ടെ. ശരി സർ. ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ മോളുടെ കാര്യത്തിന് പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി വന്ന. ഓ, ഇദ്ദേഹം എന്റെ സുഹൃത്താ. ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. എന്താ ഇവിടെ? ഞാനും മാനേജർ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. ശരി. എന്തു പറയുന്നു ഡോക്ടർ? പ്രിൻസിപ്പലിനെ കണ്ടായിരുന്നോ? കണ്ടു. അല്ല സർ, ആ കുട്ടി എന്താ ഇവിടെ? ആ കുട്ടിയുടെ അച്ഛൻ ഇവിടെ സെക്യൂരിറ്റി ജോലിയിലുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പൊ ആ കുട്ടി ഒരു ആവശ്യമായിട്ട് എന്നെ കാണാൻ വന്നത്. പക്ഷെ എനിക്ക് ആ കുട്ടിയെ നിരാശപ്പെടുത്തേണ്ടി വന്നു. ദേവിക നീ ജോലി വേണ്ടെന്ന് പറയണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ ടീച്ചറെ, എന്റെ ജാതകത്തിൽ ജോലി കിട്ടാനുള്ള യോഗ ഇല്ലായിരിക്കും. 2 മാസം കഴിഞ്ഞു വന്ന് കാണാനല്ലേ പറഞ്ഞത്. ചിലപ്പോ ലീവ് വേക്കൻസി കിട്ടിയേക്കും. ഹസ്ബൻഡ് ഇപ്പൊ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കോ? എന്നാ പിന്നെ ഞാൻ പോട്ടെ ടീച്ചർ. ആ ശരി.